ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ 37ാമത്തെ ജനറൽ അസംബ്ലി ഇവിടെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ വെച്ച് നടക്കുകയാണ്. പരിശുദ്ധ കുർബാനയോടുകൂടി ഇത് ഔദ്യോഗികമായി ആരംഭിച്ചു. ഇന്ത്യയിലെ 174 രൂപതകളിൽ നിന്ന് അതിൽ 132 ലത്തീൻ രൂപത, 31 സീറോ മലബാർ രൂപത, 11 സീറോ മലങ്കര രൂപതയിലെ മെത്രാന്മാരാണ് ഒന്നിച്ചു കൂടുന്നത്. 2 വർഷത്തിലൊരിക്കലാണ് കൂടുന്നത്. ഈ അവസരത്തിൽ ഇന്ത്യയുടെ ഇന്നത്തെ കത്തോലിക്കരുടെ അവസ്ഥയെക്കുറിച്ച്, ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സഭ വളരേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, പ്രതിസന്ധികൾ എന്താണ്, വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യുകയും ഇന്ത്യൻ സഭയുടെ വിവിധ ഓഫീസുകൾ, കമ്മീഷനുകളൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഇനി കൂടുതൽ ശക്തിയോടെ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രവർത്തനങ്ങൾ ഭാരതത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ യോഗം നടക്കുന്നത്. ഫെബ്രുവരി 4 മുതൽ 10 വരെയാണ് CBCI ഈ ജനറൽ ബോഡി പ്ലീനറി നടക്കുന്നത്. അതിൻ്റെ വിജയത്തിനായി എല്ലാവരോടും പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗുഡ്നസ് TVയുടെ പ്രേക്ഷകർ CBCIക്ക് വേണ്ടി, ഭാരതസഭയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ CBCI കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ബാംഗ്ലൂർ സെൻറ്റ് ജോൺസിൽ 10-ാം തീയതി വരെ ഈ മീറ്റിംഗ് ഇവിടെ ഉണ്ടായിരിക്കും. നമ്മുടെ ഇന്ത്യയിലെ സീറോ മലബാർ, സീറോ മലങ്കര, ലാറ്റിൻ ഇതിലുള്ള എല്ലാ മെത്രാന്മാരും വന്ന് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ CBCI എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും മറ്റു പല പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടും എല്ലാവരും കൂടി ഒരുമിച്ച്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് കാണിക്കുന്നത് നമ്മുടെ ഐക്യമാണ്, കർത്താവിൻ്റെ പ്രാർത്ഥന. നമ്മളൊന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നെന്ന് കർത്താവ് പറയുകയുണ്ടായി. ആ പ്രാർത്ഥനയുടെയൊക്കെ ഒരു വലിയ പ്രതീകമാണ് നമ്മളുടെ ഈ ഒരുമിച്ച് വരവെന്ന് ഞാൻ കരുതുകയാണ്. സഭയെ ഒരുമിപ്പിച്ച് നിർത്തി കർത്താവിന് സാക്ഷ്യം നൽകി കർത്താവിലേക്ക് അനേകം പേരെ അടുപ്പിക്കുവാൻ ഈ സമ്മേളനത്തിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. CBCIയുടെ ജനറൽ കോൺഫറൻസ് കുർബാനയോടുകൂടി ആരംഭിച്ചു. ഇനി ഒഫീഷ്യലായിട്ടുള്ള ഇനോഗ്രേഷൻ നടക്കാൻ പോവുകയാണ്. എല്ലാ രൂപതകളിൽ നിന്നുള്ള പിതാക്കന്മാർ, സഹായമെത്രാന്മാർ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് എല്ലാം ഇവിടെ സന്നിഹിതരാണ്. ഇന്ത്യയിലെ സഭ എത്ര വലുതാണെന്നും ഇന്ത്യയുടെ സഭയുടെ പ്രാമുഖ്യം എത്ര വലുതാണെന്നും ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ നേച്ചർ തന്നെ കണ്ടാലറിയാം. ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലെ ക്രൈസ്തവൻ്റെ കഷ്ടപ്പാടുകളും സംഭാവനകളും അത് ഒരു പൊക്കച്ചമായിട്ടല്ല ഞാൻ പറയുന്നത്. അത് നമ്മുടെ നാടിനോടുള്ള നമ്മുടെ അവിഭാജ്യമായിട്ടുള്ള ഒരു ആഭിമുഖ്യമാണ്. വിദ്യാഭ്യാസ പ്രവർത്തനത്തിലാണെങ്കിലും, ആതുര രംഗത്താണെങ്കിലും, ആരോഗ്യ മേഖലയിലാണെങ്കിലും, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ ആണെങ്കിലും സഭ അനുഷ്ഠിക്കുന്ന ശുശ്രൂഷ, സഭ പള്ളിക്കകത്ത് ഒതുങ്ങുന്ന ഒരു സഭയല്ല, പള്ളിക്ക് പുറത്ത് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു സഭ. അത് നാടിൻ്റെ നന്മയ്ക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അഭ്യുന്നതിക്കും കാരണമാകുമെന്ന് ഉറപ്പായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. CBCIയുടെ 37ാമത് വാർഷിക സമ്മേളനം ബാംഗ്ലൂർ വെച്ച് നടക്കുമ്പോൾ വലിയൊരു സഭാനുഭവമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള അഭിനന്ദ പിതാക്കന്മാർ വളരെ ഉത്സാഹത്തോടെ ഇന്ന് ഈ ഉദ്ഘാടന വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു. വലിയ ഒരാത്മീയമായ അനുഭവം നൽകുന്ന ഒരു അസാധാരണമായ മുഹൂർത്തമായി എനിക്ക് അനുഭവപ്പെട്ടു. ഭാരതത്തെ മുഴുവനും, ഭാരത സഭയെ മുഴുവനും ഈ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. തുടർന്നുള്ള സെഷൻസ് എല്ലാം ഏറ്റവും അധികം അനുഗ്രഹകരമായി തീരും. ഇത് ഈ കാലഘട്ടത്തിൽ
ഭാരതത്തിലെ സഭയ്ക്ക് പുതിയ ഒരു ഉണർവ് പകരാൻ സഹായകമാകും എന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിലെ മെത്രാൻമാരുടെ യോഗം ഇപ്പോൾ ഇന്ന് ആരംഭിക്കുകയാണ്. 2 വർഷത്തിലൊരിക്കലാണ് ഈ സമ്മേളനം നടക്കുന്നത്. 220ഓളം പിതാക്കന്മാർ, 3 റീത്തുകളിലും പെട്ട പിതാക്കന്മാർ ഒരുമിച്ച് കൂടി ഇന്ത്യൻ സഭയെക്കുറിച്ച്, സഭയുടെ ദൗത്യത്തെക്കുറിച്ചെല്ലാം വളരെ ഗൗരവമായ ചർച്ചകൾ അടുത്ത 7 ദിവസങ്ങളിൽ നടത്തുകയാണ്. ദൈവജനത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥന ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ മഹനീയമായ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇതിലൂടെ കൂടുതൽ ശക്തിയോടുകൂടി നമ്മുടെ സഭ, ഇന്ത്യ എന്ന ഈ രാജ്യത്ത് സഭയുടെ സാന്നിധ്യം അറിയിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. 37ാമത് CBCIയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ബാംഗ്ലൂർ സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ വെച്ച് ആരംഭിച്ചിരിക്കുന്നു. ഭാരതത്തിൻ്റെ അപ്പോസ്റ്റലിക് നുൻസിയോ, പേപ്പൽ പ്രതിനിധിയായ ആർച്ച് ബിഷപ്പ് ലേപ്പോൾഡ് ജെറേലി പിതാവാണ് തുടക്കം കൊടുത്തത്. പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷത്തിലും വചനഭാഗത്തിലുമൊക്കെ വിചിന്തനം ചെയ്തതാണ്. പാവങ്ങളോടും പ്രയാസമനുഭവിക്കുന്നവരോടും പാർശ്വവൽക്കരിക്കുന്നവരോടുള്ള പക്ഷം ചേരുന്ന സഭ, അതേപോലെ തന്നെ ഐക്യത്തിൻ്റെ ആത്മാവ് സഭയിൽ എന്നും നിലനിൽക്കണം. ആ ഐക്യത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് ഈ വർഷത്തെ ഈ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ വിഷയമായിട്ടെടുത്തിരിക്കുന്നത് ദ ഫെയ്ത്ത് ആൻഡ് ദ നേഷൻ, അതായത് നമ്മുടെ വിശ്വാസവും രാഷ്ട്രത്തോടുള്ള പ്രതിജ്ഞാബദ്ധതയുമാണ്. വളരെ പ്രത്യേകമായി ഭാരതത്തിൻ്റെ മനോഹരമായ ഭരണഘടന നൽകുന്ന ചില അവകാശങ്ങളും അതോടൊപ്പം തന്നെ മൂല്യങ്ങളുമുണ്ട്. ആ മൂല്യങ്ങളുടെ ഓടുള്ള വിശ്വസ്തതയും സാക്ഷ്യവുമാണ് ഈ വർഷത്തെ തീം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പലവിധത്തിലുള്ള പ്രയാസങ്ങൾ ഒരു മിനിസ്ക്യൂൾ കമ്മ്യൂണിറ്റി എന്ന നിലയ്ക്ക് ഭാരതത്തിലെ ക്രൈസ്തവർ അനുഭവിക്കുമ്പോൾ, അതിനപ്പുറം ഈ ഭരണഘടന നൽകുന്ന ആ നല്ല മൂല്യങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിക്കുവാൻ, അങ്ങനെ സമർപ്പണത്തോടുകൂടെ ഒരു സാക്ഷ്യം നൽകുവാൻ സഭയ്ക്ക് സാധിക്കും. അതിനുള്ള ഒരു വിചിന്തനവും കൂട്ടായ ചിന്തകളുമൊക്കെയാണ് ഈ 37ാമത് ജനറൽ ബോഡി മീറ്റിംഗ് വഴി പ്രതീക്ഷിക്കുന്നത്. അപ്രകാരം സഭയ്ക്ക് ഒരു നല്ല ആശാവഹമായ ഒരു കാലഘട്ടം ഈ ഒരു വിചിന്തനത്തിൻ്റെ വെളിച്ചത്തിൽ വരട്ടെ, നമുക്ക് പ്രത്യാശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. CBCIയുടെ 37ാമത് പ്ലീനറി സമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ ബിഷപ്സിൻ്റെയും പേരിൽ പ്രാർത്ഥനാശംസകൾ നേരുകയാണ്. വിശ്വാസവും അതോടൊപ്പം തന്നെ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയും ഒരുമിച്ച് കൊണ്ടുപോകത്തക്ക വിധത്തിൽ ചിന്തകൾ പങ്കുവയ്ക്കുകയാണ് ഈ പ്ലീനറി സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. അതുവഴി വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്ര സേവനം ചെയ്യുവാൻ എല്ലാ വിശ്വാസികളെയും ഒരുക്കുക എന്നുള്ളത് ഈ പ്ലീനറി സമ്മേളനത്തിൻ്റെ ലക്ഷ്യവും കൂടിയാണ്. അതിനായിട്ട് ചിന്തകളും അതോടൊപ്പം തന്നെ തീരുമാനങ്ങളും അത് ഈ ഭാരതത്തിലെ എല്ലാ സഭാംഗങ്ങൾക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ പ്ലീനറി സമ്മേളനം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ നിങ്ങളുടെ സഹകരണവും അഭ്യർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. CBCIയുടെ 37ാമത്തെ വാർഷിക സമ്മേളനമാണ് നടക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി ഇന്ത്യയിലെ എല്ലാ ബിഷപ്പുമാരും ഇവിടെ ആയിരിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മളുടെ ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുവാനും അതിന് ദീർഘമായ ചർച്ചകൾ വഴി കാര്യങ്ങളൊക്കെ പരിഹാരം ചെയ്യുവാനുള്ള ഒരു ശ്രമം, ഇതാണ് നമ്മുടെ വാർഷിക സമ്മേളനത്തിൽ നടക്കുക. എല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ട്, ഐക്യത്തോടുകൂടി ശരിയായ തീരുമാനങ്ങളൊക്കെ എടുക്കുവാനൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. CBCIക്ക് എല്ലാവിധ ഈ മീറ്റിങ്ങിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും നേരുന്നു. CBCIയുടെ സമ്മേളനം ബാംഗ്ലൂരിൽ നടക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ, ഒരു കത്തോലിക്കൻ എന്നുള്ള നിലയിൽ ദൈവത്തോടും ജനത്തോടും രാജ്യത്തോടുമുള്ള കടമകൾ അഭംഗുരമായി നിറവേറ്റിക്കൊണ്ട് പോകുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഓരോ ഇന്ത്യൻ പൗരനും അവൻ്റെ വിശ്വാസം സംരക്ഷിക്കുവാനും
പരിപോഷിപ്പിക്കുവാനും പകർന്നു കൊടുക്കുവാനുമുള്ള അവകാശം ഭരണഘടന നൽകുമ്പോൾ അതനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ഭൂപ്രദേശങ്ങളിലും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ, സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ ഐക്യത്തോടും സാഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും അത് ശ്ലാഘനീയമല്ല. എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒന്നായി ഒരു കുടുംബമായി ഒരു കൂട്ടായ്മയായി മുൻപോട്ട് പോവുക എന്നുള്ള ദൗത്യം സഭ നിറവേറ്റുവാൻ ഈ CBCI സമ്മേളനം വഴി ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാവർക്കും, ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നേരുന്നു. CBCIയുടെ 37ാമത്തെ സമ്മേളനം ഇന്ന് ബാംഗ്ലൂരിൽ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് നടക്കുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും അതിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ പ്രത്യേകിച്ചും ഇന്ത്യയുടെ രാഷ്ട്രീയ സഭാ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് സഭാ കൂട്ടായ്മയും രാഷ്ട്രത്തിൻ്റെ മതേതരത്വവും അതിൻ്റെ ഒരു തരത്തിലും വികലമാകാതെ ദിശാബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും ലക്ഷ്യവും. എപ്പോഴും വളരെ സഹിഷ്ണുതയോടുകൂടി എല്ലാവരെയും ഉൾക്കൊണ്ട് ചെയ്യാവുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സഭയ്ക്ക് നേരിടുന്ന ഇന്നത്തെ പ്രശ്നങ്ങൾ എല്ലാ തരത്തിലും ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലിലൂടെ ഭംഗിയായി നടക്കുന്നതിനും രാഷ്ട്രത്തിനും സഭയ്ക്കും ഈ സമ്മേളനം ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളെല്ലാവരും പിതാക്കന്മാരെല്ലാവരും ആഗ്രഹിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.